നാമും ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേക്കാം. നമ്മുടെ ഫ്രണ്ട്സ്, ചർച്ച്, ഫാമിലി മെമ്പേഴ്സ് ഒന്നും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മെ കൈവിടാത്ത നമ്മുടെ കൂടെ എപ്പോഴും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ നിന്ന് കർത്താവ് പ്രത്യക്ഷനായി പൗലോസിനെ വേർതിരിച്ചതു മുതൽ പല കഷ്ടതകളുടെയും ശോധനകളുടെയും നടുവിൽ കൂടി പൗലോസ് കടന്നുപോയെങ്കിലും അതിൽ നിന്നൊക്കെയും കർത്താവ് പൗലോസിനെ വിടുവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ സന്നിധിയും സംഘത്തിന്റെ മുൻപാകെ പൗലോസ് വിസ്തരിക്കപ്പെടുവാൻ നിൽക്കുന്നതും കർത്താവ് അത്ഭുതകരമായി പൗലോസിനെ വിടുവിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരുടെ മുൻപിൽ ന്യായവിസ്താരത്തിനായി നിൽക്കുന്ന പൗലോസിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 1-ാം അധ്യായത്തിൽ പൗലോസിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ന്യായപ്രമാണം നന്നായി അറിയാവുന്ന പൗലോസ്, വിവിധ തരം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന പൗലോസ്, ഈ പൗലോസിനെ മഹാപുരോഹിതനായ അനനിയാസ് പൗലോസിന്റെ വായ്ക്ക് അടിക്കുവാൻ കൽപ്പിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം നന്നായി അറിയാവുന്ന പൗലോസ് പുറപ്പാട് 22-28 പറയുന്നത് പോലെ, നീ ദൈവത്തെ ദുഷിക്കരുത്, നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കുകയും അരുത് എന്ന വാക്യപ്രകാരം മഹാപുരോഹിതനോട് മഹാപുരോഹിതനാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മറുത്ത് ഒന്നും പറയാതെ പൗലോസ് മിണ്ടാതിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിനിടയിൽ സദൂക്യരും പരീശന്മാരും തമ്മിൽ കലഹമുണ്ടാകുന്നു. പൗലോസ് പരീശൻ എന്നറിഞ്ഞ് പൗലോസിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് സഹസ്രാധിപൻ വീണ്ടും പൗലോസിനെ ജയിലിലാക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നതിൽ നിന്നും പൗലോസിന്റെ ശുശ്രൂഷ ഇവിടെ തീരുന്നില്ല എന്ന വാഗ്ദത്തം നൽകി കർത്താവ് പൗലോസിനെ ഉറപ്പിക്കുന്നു. പൗലോസിനെ പോലെ നാമും ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേക്കാം. നമ്മുടെ ഫ്രണ്ട്സ്, ചർച്ച്, ഫാമിലി മെമ്പേഴ്സ് ഒന്നും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മെ കൈവിടാത്ത നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കർത്താവ് നമുക്ക്. 23-ാം അധ്യായത്തിന്റെ 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ 40 യഹൂദന്മാർ ചേർന്ന് പൗലോസിനെ കൊല്ലുവാനായി പദ്ധതിയിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഗൂഢാലോചന അത് കേൾക്കുകയും അത് സഹസ്രാധിപനെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഈ സഹസ്രാധിപൻ പൗലോസിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയുകയും പൗലോസിനെ കൈസരിയിൽ ഫെലിക്സ് ദേശാധിപതിയുടെ അടുക്കലേക്ക് അയക്കുകയും ചെയ്യുന്നു. 40 പേർ പൗലോസിനെ കൊല്ലുവാൻ പദ്ധതി ഇട്ടു എങ്കിലും അന്ന് രാത്രി തന്നെ 470 പേർ അടങ്ങുന്ന ഒരു സംഘത്തെ, അതൊരു ആംഡ് ഫോഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയാണ് പൗലോസിനെ സഹസ്രാധിപൻ കൈസരിയിലേക്ക് അയക്കുന്നത്. യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് കർത്താവ് പൗലോസിനോട് വാഗ്ദത്തം ചെയ്തതിന്റെ ഒരു നിവൃത്തിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ മറന്നാലും നമ്മോടുള്ള വാഗ്ദത്തം മറക്കാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ചില കഷ്ടതകൾ നമുക്ക് വരുമ്പോൾ നാം നിരാശപ്പെടരുത്. ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. മുൻപിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം, ഒരുപക്ഷെ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നാം സേവിക്കുന്നത്. ഇവിടെ പൗലോസിന്റെ ലൈഫിലും 40 പേർ പൗലോസിനെ കൊല്ലുവാൻ പദ്ധതി ഇട്ടപ്പോഴും മറ്റൊരു സൈഡിൽ പൗലോസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല എന്ന് ഭക്തനോട് ചേർന്ന് നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. തുടർന്ന് മുൻപോട്ടുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ പൗലോസ് സ്വയം രക്ഷിക്കുന്നതിലും അധികം ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. രാജാക്കന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുൻപിൽ പൗലോസ് ക്രിസ്തുവിനെ ഉയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, എത്ര ഭംഗിയായാണ് കർത്താവ് പൗലോസിനെ വഴി നടത്തിയത്. ഇതുപോലെ നമ്മയും വഴി നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന ഉറപ്പോടെ നമുക്കും മുന്നേറാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.